നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ ഒരു സുന്ദരമായ ഒരു ശൈലി ഇക്ക എന്നോ ഇല്ലെങ്കിൽ വിളിക്കുന്ന എന്താണോ നല്ല ആ ഒരു സുന്ദരമായ പേര് വിളിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എത്ര ടെൻഷനായി വരുന്ന ഒരാളാണെങ്കിലും ആ ടെൻഷൻ പോകാൻ ആ ഭാര്യ മാത്രമാണ്. നേരെ മറിച്ച് വലിയ വീടുണ്ടാക്കി വരുന്നതിന് മുമ്പ് വാഹനം ഇറങ്ങി ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് ഒരു ശബ്ദിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു ഭാര്യയാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഖൈറിന്റെ അഹ്ലുകാർ, ആലിമീങ്ങൾ, സാദാത്തീങ്ങൾ, അതുപോലെ നാട്ടിലുള്ള കാരണവന്മാരും എല്ലാവരും വിളിച്ച് കുറ്റിയടിപ്പിച്ച് ഒരു കല്ല് വെച്ച് അതുപോലെ തന്നെ നമ്മൾ കട്ടില് വെച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൂടുതൽ നടക്കുമ്പോഴും ഇത്യാദി ആളുകളൊക്കെ വിളിച്ചിരുന്ന ആ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ സമാധാനം എന്നുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ അസ്മാഉൽ ബദർ ചൊല്ലിയതും അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതും അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞതും പാടിയതും ഒക്കെ അതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അത് നിലനിൽക്കുന്ന ഒരു വീടായി മാറണം. സുബഹി ഖളാ ആക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. അവിടെ അസ്മാഉൽ ബദർ ചൊല്ലിയതൊരു കാര്യമായില്ല, സ്വലാത്ത് ചൊല്ലിയതൊരു കാര്യമായില്ല, പള്ളിയിലെ ഖതീബോ തങ്ങളോ ഉസ്താദുമാരോ മുതഅല്ലിമീങ്ങളോ വന്നത് കൊണ്ട് കാര്യമായില്ല. പ്രധാനമായ ഒന്ന് സുബഹി ഖളാ ആകാതെ നമസ്കരിക്കുക എന്നതാണ്. അത് ഇന്ന് മിക്ക ആളുകളും അതിൽ ചെറിയ വലിയ പിന്നോക്കമുള്ള ആളുകളാണ്. ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആണെങ്കിലും സുബഹി ഖളാ ആവും. സുബഹി ഖളാ ആവാൻ പാടില്ല. ബറക്കത്ത് ഇല്ലാത്ത ജീവികളെ കുറിച്ച് പഠനം നടത്തി മഹാന്മാരാകുന്ന ആളുകൾ കോഴികളിലും കോഴിക്കുഞ്ഞുങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകി, ആട്ടിലും ആട്ടിൻകുഞ്ഞുങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകി. എന്നാൽ പന്നികളിലും കുറുക്കന്മാരിലും അവരെ മക്കളിലും അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടില്ല. കാരണം കുറുക്കന്മാരും പന്നികളും ഒക്കെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഓടി നടന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തിനേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് പറയുമ്പോൾ അന്നൗമു ഖൈറും മിനസ് സ്വലാത്ത്, നിസ്കാരത്തിനേക്കാൾ ഉത്തമം ഉറക്കമാണെന്ന് പറയുന്ന വിഭാഗമാണ്. അതുകൊണ്ടാണ് ഓരോ കുറുക്കന്മാരുടെയും പ്രസവത്തിൽ 7ഉം 8ഉം ഒക്കെ പ്രസവം നടക്കുന്നുണ്ട്. പക്ഷേ ആരും ഒരു കുറുക്കനെ അറുത്തു തിന്നുന്നില്ലല്ലോ. കോഴികളെ ഡെയിലി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോഴികൾ ഓരോ ദിവസം അറുക്കുന്നുണ്ട്. ഒരിക്കലും കോഴി ഇല്ലാത്തത് കൊണ്ട് ഒരു സൽക്കാരം നിർത്തിവെച്ചു, കല്യാണം നിർത്തിവെച്ചു എവിടെയും പറഞ്ഞില്ലേ. ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞു വരികയാണ്. ഹജ്ജിൽ മാഷാ അല്ലാഹ് എത്രയാണ് കോഴികൾ ഉണ്ടാക്കി, എല്ലാം കോഴി തന്നെയാണ്. ഹജ്ജിന്റെ എല്ലാ വീടും ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗം അറഫ കഴിഞ്ഞാൽ പിന്നെ കോഴിയാണെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം കോഴി ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടാവില്ല. എന്നാൽ ഇത്രയും കോഴികൾ അറുത്തിട്ടും എന്തുകൊണ്ടാണ് കോഴികൾ കമ്മി വരാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവികളിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം സുബഹിയുടെ മുമ്പ് എണീക്കുന്ന ജീവികളാവണം. നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ കോഴിയുടെ കൂവൽ കേട്ടിട്ടാണ് നമ്മളൊക്കെ അത്താഴത്തിന് എണീറ്റിരുന്നത്. ഇപ്പോഴും കോഴിയുള്ള വീടാണ്, കോഴി വഴിയെ വളർത്തത്തുള്ള വീടാണ്. ഇന്ന് കോഴികൾ ആരും വളർത്തൂല. കാരണം നമ്മൾ കട്ട പതിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ സിറ്റോട്ടിൽ ഗ്രാനൈറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ അവർ കാട്ടിക്കും എന്ന നിലക്ക് ഒരാൾ കോഴിയെ വളർത്താറില്ല. യഥാർത്ഥത്തിൽ കോഴികൾ നമ്മൾ വളർത്തണം. കോഴികൾക്കുള്ള അവകാശങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ട്. അതുപോലെ തന്നെ പൂച്ചകൾ, അവർക്ക് അതിന്റെ അവകാശങ്ങളുണ്ട്. കാക്കകൾക്ക് അവകാശമുണ്ട്. എല്ലാവരും നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയുമായി ജീവിക്കുന്ന ആളുകളാണ്. അവരൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ആ ദാരിദ്ര്യം അതില്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും, ദാരിദ്ര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുറുക്കന്മാർക്കും ബറക്കത്തില്ല സുബഹി ശേഷം ഉറങ്ങുന്നോടാണ്. അതുകൊണ്ട് ഈ പൊരയിൽ നമ്മളെ വീട്ടിലൊന്നും സുബഹി ശേഷം ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. ദാരിദ്ര്യം ഉണ്ടാകുന്ന ധാരാളം കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ടേബിളിലുള്ള വേസ്റ്റ് ഭക്ഷണങ്ങൾ, വറ്റുകൾ, അത് അതേ രൂപത്തിൽ കൊണ്ടുപോയിട്ട് ഇന്നിവിടെ ഇനി കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ട്. ഈ ഭക്ഷണത്തിന്റെ പ്ലേറ്റുകളിലുള്ള ഒരുപാട് വേസ്റ്റുകളുണ്ട്. ആ വേസ്റ്റുകൾ നമ്മൾ ഒരു വേസ്റ്റിനുള്ള ഒരു കീസും കടയിൽ നിന്ന് ഉടനെ തന്നെ കിട്ടും. അത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ഇത് മുഴുവൻ കത്തിക്കുന്ന ഒരു സിസ്റ്റം. ഇതിൽ വേസ്റ്റ് ആകുന്ന മാംസമുണ്ട്, പത്തിരിയുണ്ട്, പൊറാട്ടയുണ്ട്, ചോറുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിന്റെ കഷ്ണങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇതൊരിക്കലും അങ്ങനെ കത്തിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതെല്ലാം കീസാക്കി വെച്ച് നാളെ നേരത്തെ ഒഴിവ് പോലെ അതൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് വറ്റുകളും ഒക്കെ മാറ്റിയെടുത്ത് ആ പേപ്പറുകൾ മാത്രമാണ് നമ്മൾ വേസ്റ്റിലേക്ക് തള്ളാൻ പാടുള്ളൂ. ആ ഭക്ഷണം കത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്നല്ല എന്നും അങ്ങനെ തന്നെയാണ്. അതിനാണ് പഴയ കാലത്ത് ആളുകളൊക്കെ കോഴിയെ വളർത്തിയിരുന്നത്. കോഴികളും അതുപോലെ തന്നെ മുള്ള് ഒരിക്കലും നീണ്ട മുള്ള ഒരിക്കലും കോഴി തിന്നൂല. അതിന് പൂച്ചകൾ ഇവിടെ റെഡി ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അവരൊക്കെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളാണ് പറഞ്ഞതിനർത്ഥം.
അതുപോലെ മാറാല തട്ടാത്ത, ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ ഇന്ന് നല്ല ഉഷാറാണ്. ഇനി ഇവിടുത്തെ ഭാര്യയെ കുറിച്ച് വിലയിരുത്തണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വരണം. അപ്പോഴാണ് ഭാര്യ എങ്ങനെയെന്ന് പറയാൻ പറ്റുള്ളൂ. കൂടെ ഭർത്താവിന് വിലയിരുത്താം. കാരണം ഭർത്താവ് അങ്ങനെ തന്നെയാണെങ്കിൽ രണ്ടാളും ഒരേ മാതിരിക്കാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാളും ഒരേ മാതിരിയായി അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ചിലന്തി വലകൾ തട്ടാത്ത വീടുകളാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും. അതുപോലെ വൃത്തിയില്ലാത്ത വീടുകൾ, ബാത്റൂം ക്ലീൻ ചെയ്യാത്ത, അതുപോലെ പരിസരങ്ങൾ ക്ലീൻ ചെയ്യാത്ത വീടുകൾ, ആ വീട്ടിലും ബറക്കത്തുണ്ടാവില്ല, ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ല, ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ബാത്റൂം ഒക്കെ വളരെ മനോഹരമാണ്. എല്ലാ വേസ്റ്റുകളും എല്ലാ സംഗതികളും കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ ബാത്റൂം എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. എന്നോ കാലത്ത് കൊണ്ടുവന്ന ചെരുപ്പ് ഇന്നിപ്പോ അമ്മായിമ്മ കൊണ്ടുവന്ന ചെരുപ്പ് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു ബക്കറ്റും ഒരു പാട്ടിയുമാണ്. ഈ ബക്കറ്റും പാട്ടൊക്കെ ഇടക്കിടക്കൊന്ന് കഴുകി മോറണം, അത് വൃത്തിയാക്കണം. ഒരു റമദാന്റെ തലേ ദിവസത്തിൽ നനച്ചുകൂടി എന്ന്